ഇന്നത്തെ നമ്മുടെ ഈ ഒരു ഡാർക്ക് ലൈൻ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പൊ നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്യുക. ഹലോ ഗൈസ്, എല്ലാവർക്കും എഡ്യൂട്ട് എക്സ്പോർട്ടിന്റെ പുതിയ അധ്യായത്തിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ലൊക്കേഷൻ ഒന്ന് മാറ്റിയിരിക്കുകയാണ്, മരത്തിന്റെ മുകളിലാണ്. അപ്പോൾ ഇന്ന് ഞാൻ ഇവിടെ വന്നിരിക്കുന്നത് ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു ലൈം നിങ്ങളെ പരിചയപ്പെടുത്താനാണ്. വെറൈറ്റി എന്ന് പറയുമ്പോൾ അതിന്റെ പേരിട്ടേക്കുന്നത് ഡാർക്ക് ലൈം എന്നാണ് പറയുന്നത്. അപ്പോൾ ആ ഡാർക്ക് ലൈം എങ്ങനെ ഉണ്ടാക്കാം അതിനെപ്പറ്റിയാണ് ഈ ഒരു വീഡിയോയിൽ ഞാൻ ചർച്ച ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നേരെ ആ വീഡിയോയിലേക്ക് കിടക്കാം. എല്ലാ കൂട്ടുകാർക്കും വീണ്ടും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് ഇവിടെ ഉണ്ടാക്കുന്ന ഡാർക്ക് ലൈമിന് ആദ്യം നമ്മൾ നോർമൽ രീതിയിൽ ലൈം ഉണ്ടാക്കുക. അപ്പോൾ അതിന്റെ ചേരുവകളാണ് ഞാൻ ഇവിടെ കാണിച്ചിരിക്കുന്നത്. നമുക്ക് ആദ്യം ലൈം ഉണ്ടാക്കാൻ പോയി. ഒരു വ്യത്യസ്തമായ രീതിയിലാണ് നമ്മൾ ഇന്ന് ആദ്യം ലൈം ഉണ്ടാക്കാൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. ആദ്യം പഞ്ചസാര എടുത്ത് മിക്സിയുടെ ജാറിലേക്ക് ഇടുന്നു. നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന കപ്പ് ഒരു ചെറിയൊരു കപ്പാണ്. ചെറിയ കപ്പിൽ 1.5 കപ്പ് പഞ്ചസാര നമ്മൾ എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് കാണുമ്പോൾ ചിലപ്പോൾ വലുതായിട്ട് തോന്നാം, പക്ഷെ ചെറിയൊരു കപ്പ്. അതിൽ 1.5 കപ്പ് പഞ്ചസാര എടുക്കുന്നു. അത് ഡയറക്റ്റ് ആദ്യം മിക്സിയുടെ ജാറിലേക്ക് ഇടാം. അടുത്തതായിട്ട് നമുക്ക് ഈ എടുത്തു വെച്ചിരിക്കുന്ന മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് തണുത്ത വെള്ളം ഒഴിച്ചു കൊടുക്കാം. നമ്മളിപ്പോ ഇവിടെ ഏകദേശം ഒരു 2 കപ്പ് ലൈം ഉണ്ടാക്കുന്ന രീതിയിലാണ് ഉണ്ടാക്കി എടുക്കാൻ പോകുന്നത്. അപ്പൊ അതിനു വേണ്ടിയുള്ള വെള്ളം ചേർക്കാം. അപ്പൊ നമുക്ക് ഇതൊന്ന് മിക്സിയിൽ അടിച്ചെടുത്തിട്ട് വരാം. ഞാൻ ഈ ഒരു വീഡിയോയുടെ തുടക്കത്തിൽ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരു വ്യത്യസ്തമായിട്ടുള്ള രീതിയിലാണ് ഇന്ന് ലൈം പ്രിപ്പയർ ചെയ്യാൻ നോക്കുന്നതെന്ന്. കാര്യം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഇതിനോടൊപ്പം തന്നെ ആ നാരങ്ങ കട്ട് ചെയ്ത് കൂടെ ഇട്ട് അടിച്ചു കഴിഞ്ഞാൽ ഒരുപാട് നേരം ആകുമ്പോഴത്തേക്ക് അത് നാരങ്ങയുടെ തൊലി കൂടെ ചേർന്ന് കയ്പ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ആ ഒരു കയ്പ് ഒഴിവാക്കാനാണ് നാരങ്ങ നമ്മൾ അവസാനം ചേർക്കുന്നത്. അപ്പൊ നമ്മൾ ഒരടി അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് നാരങ്ങ ചേർക്കാം. നാരങ്ങ ആഡ് ചെയ്തിട്ട് ചെറുതായിട്ടൊന്ന് ഒരടി അടിച്ചങ്ങ് എടുക്കാം. കൂടുതൽ അടിക്കരുത്, കാരണം നാരങ്ങ കൂടുതൽ അടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ലൈം ജ്യൂസ് കയ്പായി പോകും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ചെറുതായിട്ടൊന്ന് ഒരടി അടിച്ച് എടുക്കാം. അപ്പോൾ നമ്മൾ മിക്സിയിൽ ലൈം അടിച്ചിട്ടുണ്ട്. ഇനി അത് നമുക്ക് അരിച്ചെടുക്കാം. അടുത്തതായിട്ട് നമുക്കിത് സെർവിങ് ഗ്ലാസ്സിലേക്ക് മാറ്റാം. സെർവിങ് ഗ്ലാസ്സിലേക്ക് മാറ്റുമ്പോഴത്തേക്ക് എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക, കാരണം നമ്മൾ പകുതി മാത്രമേ ലൈം ഇതിലോട്ട് ഗ്ലാസ്സിൽ ഒഴിക്കാവൂ. രണ്ട് ഗ്ലാസ്സിലും ഏകദേശം ഒരു പകുതി പോലെ ആ ഒരു ലെവലിൽ, ഒരേ ലെവലിൽ ഒഴിച്ചെടുക്കുക. ഇനിയാണ് നമ്മുടെ ഈ ഒരു ഡാർക്ക് ലൈമിന്റെ മെയിൻ ഇൻഗ്രീഡിയന്റ് ആയിട്ടുള്ള പെപ്സിയാണ് നമ്മൾ എടുക്കുന്നത്. പെപ്സി ഇതിലേക്ക് വളരെ പതിയെ ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ 2 ലെയർ ആയിട്ട് നമുക്ക് കിട്ടേണ്ടതാണ്. ഇനിയിപ്പോ എങ്ങനെ കിട്ടുമെന്ന് അറിയത്തില്ല, നമ്മുടെ പരീക്ഷണമാണ്. നമുക്ക് നേരിട്ട് പോകാം. പതുക്കെ ഒഴിച്ചു കൊടുക്കുക. നമുക്ക് ഏകദേശം ഒരു 2 ലെയർ കണക്കൊക്കെ കിട്ടുന്നുണ്ട്. നമുക്കിനി അടുത്തത് നോക്കാം. നമ്മൾ ഉദ്ദേശിച്ച പോലെ കറക്റ്റ് കിട്ടിയിട്ടില്ല, എന്നാലും അടുത്തേം കൂടെ ഒന്ന് നോക്കാം. വളരെ സാവധാനം വേണം ഒഴിച്ചു കൊടുക്കാൻ. ഇടയ്ക്ക് ഒഴിച്ചപ്പോൾ ഒരല്പം
സ്പീഡ് കൂടിപ്പോയി, അതാണ്. എന്നാലും നമുക്ക് കാണുമ്പോൾ മനസ്സിലാവും ഒരു ഏകദേശമൊക്കെ ഒരു 2 ലെയർ കണക്ക് കിട്ടിയിട്ടുണ്ട്. ഇതാണ് നമ്മൾ ഉദ്ദേശിച്ച ഡാർക്ക് ലൈം എന്ന് പറയുന്ന സംഭവം. അപ്പോൾ ഇതാണ് ഇന്നത്തെ നമ്മുടെ ഡാർക്ക് ലൈം എന്ന് പറയുന്ന സംഭവം. അപ്പൊ നിങ്ങൾ എല്ലാവരും വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, കൂട്ടുകാർക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പൊ ഇനി പുതിയൊരു ദിവസം പുതിയൊരു വീഡിയോയുമായി കാണുന്നവരെ ബൈ ബൈ. വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് നേരിട്ട് വീഡിയോയിലേക്ക് ഇറങ്ങാം. പക്ഷേ അത് സ്ലോ ആയി പോയിട്ടാ, ചത്തണക്കായി. അങ്ങ് ഡിലീറ്റ് ചെയ്തേ ഒന്ന് വരും.